ലൈറ്റില്ല ഓക്കെ ലൈറ്റില്ല. ഫൈനലി ദാറ്റ് ട്രിപ്പ് ദാറ്റ് മേഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ ഗ്രൂപ്പ് ചാറ്റ് അല്ലേ. ഞങ്ങളുടെ മൈസൂരേക്കുള്ള ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നു. ഭാഗമാക്കിയാലോ? ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ്. ഞങ്ങൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ അവിടെ നിന്ന് കയറിയതേ ഉള്ളൂ. ബാക്കി കാണിക്കാം. പറഞ്ഞോ, നമ്മളിപ്പോൾ എവിടെ എത്തി? സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. പിള്ളേരെ പഠിപ്പിച്ച് വിട്ടോളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പള്ളി കണ്ടു. പള്ളി കണ്ടിട്ട് ചുറ്റും നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൈസൂർ പാലസ്. ഇവിടെ ക്ലോക്ക് ടവർ, മൈസൂർ ഗൈസ്. നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ പറത്ത് വിട്ടോണ്ടിരിക്കുന്നു. നമ്മളിപ്പോ എവിടെ എത്തി? മൈസൂർ പാലസ് എത്തി. നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി. ഗേറ്റ് തെറ്റിപ്പോയി. വഴിയല്ല, ഗേറ്റ്. ഇവിടെ 8 ഗേറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ വേറെ ഏതോ സ്റ്റാഫിന് കയറേണ്ട ഗേറ്റിലോട്ട് ചെന്നു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു അവിടെ പറ്റത്തില്ല. പിന്നെ നമ്മൾ വേറൊരു ഗേറ്റിലേക്ക് അയാൾ എത്തിച്ചു. അപ്പോൾ എക്സ്ട്രാ ഒരു 40 റുപ്പീസ് വന്നു. എന്നാലും കുഴപ്പമില്ല. ആൾ പറഞ്ഞിട്ട് മലയാളം അറിയാമായിരുന്നു. കന്നഡ ആണെങ്കിലും ആൾക്ക് മലയാളം അറിയാമായിരുന്നു. സോ ഇറ്റ് വാസ് ഫൈനലി ദാറ്റ് ട്രിപ്പ് ദാറ്റ് മേഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ ഗ്രൂപ്പ് ചാറ്റ് അല്ലേ. അവിടുന്ന് കയറി. ഞങ്ങളിപ്പോൾ കയറാൻ പോകുമ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു. ഇവിടെ ഭയങ്കര റോയൽ ഫീലിംഗ് ആണ്. ആക്ച്വലി ഇതൊരു പാലസ് ആണല്ലോ. പക്ഷെ നമ്മളവിടെ പാലസില. എന്നിട്ടാണ് ഇവിടെ ഫുഡ് വെയർ കൊടുക്കണം. ഒരാൾ പറയാണ് ഭയങ്കര റോയൽ ഫീലിംഗ് ആണ്. പാലസിൽ വന്നിട്ട് റോയൽ ഫീലിംഗ് ആണെന്ന് പറയുന്നത് ആദ്യത്തെ കൊച്ചായിരിക്കും. നമ്മുടെ തൃശ്ശൂർ പൂരം. മൈസൂരിലും തൃശ്ശൂർ പൂരത്തിന് വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ? അറിഞ്ഞൂടാ. അപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ശരിയാ, എനിക്ക് നല്ല ഭംഗിയുണ്ട്. ഗണപതിനെ കണ്ടോ ഗ്ലാസ് പെയിന്റ് ചെയ്തേക്കുന്നത്? ഇവിടെ എല്ലായിടത്തും അടിച്ചിട്ടുണ്ടോ? ഇതാണ് ദർബാർ. ആ സൈഡിലും ഉണ്ട്. ഇവിടെ നടുക്ക് രാജാവായിരിക്കും. അവിടെ ഇരിക്കും ആൾക്കാർ ഇരിക്കുമായിരുന്നു അപ്പൊ പണ്ട്. State Bank of Mysore, State Bank of India. The ancient Sri Lakshmi Narayana Swami Temple, AD 1499. Wow. തൃശ്ശയുടെ ലാസ്റ്റ് ഐസ്ക്രീം. തൃശ്ശയുടെ ലാസ്റ്റ് ഐസ്ക്രീം. തൃശ്ശ എന്ന ലാസം വാങ്ങിച്ച് കുളമായി മുഖമൊക്കെ.
നമ്മൾ മൈസൂർ പാലസ് കണ്ടു. കുളമായി. എന്റെ മുടി നോക്കിയിരിക്കുന്നു. നീയാ ഇപ്പൊ എന്റെ തലമുടി ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് അതെ വേറെ കുപ്പി ഒടുക്കത്തെ വെയില് ഒടുക്കത്തെ ഐസ്ക്രീം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞല്ലേ ഉള്ള തൊണ്ടവേദനയൊക്കെ അതുകൊണ്ട് ഞങ്ങള് തൽക്കാലം മിനറൽ വാട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇനിയിപ്പം എന്തോ ഇനിയിപ്പം സ്നേഹിക്ക് നാണം. എനിക്ക് നാണില്ല. നിനക്കില്ല ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ. ഇനി കുറച്ച് ഫോട്ടോസ് വേണ്ട, മതി. കരിഞ്ഞു പോയി ഇപ്പൊ തന്നെ. ഇനി റൂമിൽ ചെല്ലുമ്പോ കരിഞ്ഞിരിക്കില്ല. ഞാൻ ചുമന്നു, ഒരാൾ ചുമക്കും, ഞങ്ങൾ കരിയും. അതങ്ങനെ ഒരു പ്രശ്നം. ഇനിയിപ്പോ പിടിക്കാൻ നീ എല്ലാം കൂടെ പിടിക്കുന്നുണ്ട്. എന്റെ മൾട്ടി ടാസ്കർ യുനോ. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ എവിടെ പോണ്ടേന്ന് നോക്കണ്ടേ? വേണം, എവിടെ തപ്പണം. ഇങ്ങനെ ഇവിടെ ഒട്ടകമുണ്ട്, മയിലുണ്ട്, ആനയുണ്ട്, അവിടെ കാളയുണ്ട്, കുതിര ഉണ്ട്. കാളയല്ലേ ഇത്? വീണ്ടും ഒട്ടകം. നമ്മളിപ്പം മോൾ ഓഫ് മൈസൂരിലോട്ട് പോവാം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ. അതെ, അവിടെ തന്നെ കിട്ടിയാൽ മതി. പിന്നെ ചെറിയ മഴയുണ്ട്, മഴ ചാറുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളിൽ നിൽക്കുന്നതാണ് സേഫ്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോവാണ്. മൈസൂർ ചന്ത അല്ലേ, ഇങ്ങനെ കിട്ടത്തില്ലല്ലോ വ്യൂ. മോൾ ഓഫ് മൈസൂർ. ദിസ് ഇസ് മോൾ ഓഫ് മൈസൂർ. ചോക്ലേറ്റ് കൈ വിട്ടു പോവാ. എടുത്തോ. ഏതായിരുന്നു? ഇതാരുടെയാ? ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് അങ്ങനെ നമ്മൾ മോൾ ഓഫ് മൈസൂരിന് വിട പറഞ്ഞുകൊണ്ട് കറഞ്ചി ലേക്കിലേക്ക് പോവാണ്. റാഡിസൺ രസമുണ്ട് കേട്ടോ. ഇവിടെ എന്താന്ന് പറഞ്ഞു, ഇവിടെ സൂവാ. ഗൈസ് നോക്കൂ, നമ്മളിപ്പം കറഞ്ചി ലേക്കിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുണ്ട്? അപ്പൊ നമ്മളെന്താ കറഞ്ചി ലേക്കിന്റെ അങ്ങോട്ട് പോകും. അവിടെ ഭയങ്കര തിരക്ക്, ബോട്ടിങ്ങിനുള്ള തിരക്ക്. ഞങ്ങൾക്ക് ഇവിടെ 5:30 വരെ ടൈം. നമ്മൾ എത്തിക്കാൻ 4:20. കുഴപ്പമില്ല, എന്തൊക്കെ ആവശ്യമുള്ളൂ. ബോട്ടിങ്ങിന് അവിടെ ഭയങ്കര തിരക്കുണ്ട്, പക്ഷെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നില്ല. എടാ അവിടെ ഇതുണ്ട്, ഓപ്പൺ ജിമ്മിപ്പം പറ്റില്ലല്ലോ. റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു. എനിക്ക് വേറും വിട്ട് ജിമ്മിൽ പോവുക എന്ന് പറയുമ്പം നൈസ് കോമഡി ആവും. പക്ഷെ നല്ല തണുപ്പില്ല, ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട് കൊള്ളാം. നമ്മൾ പീസ്ഫുൾ. ഇനി എവിടെയെങ്കിലും പോയിരിക്കണം. നല്ല രസമില്ലേ? വരാം. സൂ വരുമ്പം ഇതും കൂടെ ആയിട്ട് ഉപയോഗിക്കാം. വരുമ്പോൾ സൂ അല്ല സൂ. ഞാനത് എനിക്ക് അത്രയും പെട്ടെന്ന് പറയുമ്പം അത്രേ വരത്തുള്ളൂ. ഇന്ന് ആരാണ് സൂ? ഇവള് പലതും വിചാരിച്ചു പോവും. ഇവളായോണ്ട് പറയാൻ പറ്റില്ല. ഇടിമുഴക്കം നല്ലപോലെ ഉണ്ട്. അപ്പൊ നമ്മൾ വേഗം സ്ഥലം വീട്ടിൽ കയറാൻ സമയമായി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറാൻ സമയമായി. അപ്പോൾ വേഗം നമ്മൾ തിരിച്ചു പോവാണ്. അതെ, മൊത്തത്തിൽ നമ്മൾ ഈ സ്ഥലം മുതലാക്കിയില്ല. ഇനി ഒരു പ്രാവശ്യം ഒന്നുകൂടെ വന്ന് വേണം മുതലാക്കാൻ. നമ്മളിപ്പോൾ ഇരുട്ടത്തായി.
ഹോസ്റ്റലിലേക്ക് റൂംസിലേക്ക് പോവാം. ഞങ്ങൾ വിചാരിച്ചതിന് മുമ്പേ മഴ പെയ്തുകൊണ്ട് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ ആകെ ഒരു കുട എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം കുട കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ. ഇടി, കാറ്റ്, മിന്നൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിരിച്ച് പോവാം. എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. അതുകൊണ്ട് ഇതോടെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹ സൈൻ ഓഫ് ചെയ്യാം. ബൈ ബൈ ബൈ.